ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം സർഗം 1 ശ്ലോകങ്ങൾ 30 മുതൽ 34 കൂടിയത്. ശ്ലോകം 30. പാനഭൂമിഗതം ഹിത്വാ കോമ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ. പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ. പാനഭൂമിഗതം മദ്യപാനശാലയിൽ ഉണ്ടായിരുന്ന ഹിത്വാ ഉപേക്ഷിച്ചിട്ട് ഹൈമ സ്വർണ്ണ നിർമ്മിതമായ ആസവഭാജനം മദ്യപാത്രം പാത്രാണി പാത്രങ്ങള് മഹാർഹാണി വലിയ വിലപിടിപ്പുള്ള കരകാൻ കപ്പുകള് കുടങ്ങള് തുടങ്ങിയവ ഹിരണ്മയാൻ സ്വർണ്ണ നിർമ്മിതമായ. വിദ്യാധരന്മാര് തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണ മദ്യപാത്രങ്ങളും വിലപിടിപ്പുള്ള പാത്രങ്ങളും സ്വർണ്ണ കപ്പുകളും അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഹനുമാന്റെ അത്ഭുതകരമായിട്ടുള്ള ഈ പ്രവൃത്തി കാണാൻ അവരെല്ലാ ഭോഗവസ്തുക്കളും മറന്നു. പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ. പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ. പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ. അടുത്ത ശ്ലോകം. ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ കോമ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി കോമ ഖഡ്ഗാംശ്ച കനകസ്തരൂൻ. ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി ഖഡ്ഗാംശ്ച കനകസ്തരൂൻ. ലേഹ്യാൻ നക്കിത്തിന്നുന്ന വിഭവങ്ങള്, ഉച്ചാവചാൻ പലതരം, ഭക്ഷ്യാൻ ഭക്ഷണ സാധനങ്ങള്, മാംസാനി വിവിധാനി വിവിധതരം മാംസവിഭവങ്ങള്, ആർഷഭാണി ചർമാണി കാളത്തോലുകള്, ഖഡ്ഗാൻ വാളുകള്, കനകസ്തരൂൻ സ്വർണപ്പിടിയുള്ള, അതായത് പലവിധ ഭക്ഷണ സാധനങ്ങളും മാംസവിഭവങ്ങളും കാളത്തോലുകളും സ്വർണപ്പിടിയുള്ള വാളുകളും അവർ അവിടെ തന്നെ വിട്ടുകളഞ്ഞു. സുഖഭോഗങ്ങളും ആയുധങ്ങൾ പോലും അവർക്ക് പ്രസക്തിയില്ലാതായി. എല്ലാവരുടെയും ശ്രദ്ധ ഹനുമാനിലേക്ക് തിരിഞ്ഞു. ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച. ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി ഖഡ്ഗാംശ്ച കനകസ്തരൂൻ. ആർഷഭാണി ച ചർമാണി ഖഡ്ഗാംശ്ച കനകസ്തരൂൻ. ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി ഖഡ്ഗാംശ്ച കനകസ്തരൂൻ. അടുത്ത ശ്ലോകം. കൃതകണ്ഠഗുണാഃ ക്ഷീബാഃ കോമ രക്തമാല്യാനുലേപനാഃ. അടുത്ത ലൈൻ. രക്താക്ഷാഃ പുഷ്കരാക്ഷാശ്ച കോമ ഗഗനം പ്രതിപേദിരേ. കൃതകണ്ഠഗുണാഃ ക്ഷീബാഃ രക്തമാല്യാനുലേപനാഃ. രക്താക്ഷാഃ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ. കൃതകണ്ഠഗുണാഃ മാലകൾ ധരിച്ചവര്,
ക്ഷീബാഹ മധ്യലഹരിയിൽ ആയിരുന്നവര്, രക്തമാല്യ ചുവന്ന പൂമാലകളൊക്കെ ധരിച്ചവര്, അനുലേപനാഹ ചന്ദനാദി ലേപനങ്ങളൊക്കെ പൂശിയവര്, രക്താക്ഷാഹ ചുവന്ന കണ്ണുകളുള്ളവര്, പുഷ്കരാക്ഷാഹ താമര പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളുള്ളവര്, ഗഗനം പ്രതിപേദിരെ ആകാശത്തിലേക്ക് ഉയർന്നു മാലകൾ ധരിച്ചവരും മദ്യലഹരിയിലുമായിട്ട് ചുവന്ന പൂമാലകളും സുഗന്ധ ലേപനങ്ങളും ഒക്കെ അണിഞ്ഞും ചുവന്നതും താമരപ്പൂ പോലെ മനോഹരവുമായിട്ടുള്ള കണ്ണുകളുള്ള വിദ്യാധരന്മാർ ആകാശത്തിലേക്ക് ഉയർന്നു. ഹനുമാന്റെ മഹാപ്രയാണം കാണാനായിട്ട് വിദ്യാധരന്മാർ ആകാശത്ത് ഒത്തുകൂടി. കൃതകണ്ഠഗുണാഹ ക്ഷീബാഹ രക്തമാല്യാനുലേപനാഹ, കൃതകണ്ഠഗുണാഹ ക്ഷീബാഹ രക്തമാല്യാനുലേപനാഹ, രക്താക്ഷാഹ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ, രക്താക്ഷാഹ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ. കൃതകണ്ഠഗുണാഹ ക്ഷീബാഹ രക്തമാല്യാനുലേപനാഹ, രക്താക്ഷാഹ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ. അടുത്ത ശ്ലോകം. ഹാര നൂപുര കേയൂര പാരിഹാര്യ ധരാസ്ത്രിയഃ, ഡബിൾ സ ധരാസ്ത്രിയഃ, കോമയിലവിടെ. വിസ്മിതാ സസ്മിതാസ്തസ്തുഃ കോമ ആകാശേ രമണൈ സഹ, സസ്മിതാസ് അവിടെ സസ്മിത എന്നുള്ളിടത്തും ഡബിൾ സ, സഹ എന്നുള്ളിടത്തും ഡബിൾ സ. ഹാര നൂപുര കേയൂര പാരിഹാര്യ ധരാസ്ത്രിയഃ, വിസ്മിതാ സസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈ സഹ. ഹാര മാലകള്, നൂപുര പാദസ്വരം, കേയൂര തോൾവളകള് ബാഹുക്കളിലിടുന്ന വളകള്, പാരിഹാര്യ വിവിധ ആഭരണങ്ങള്, ധരാഹ ധരിച്ചിരുന്ന, സ്ത്രീയഃ സ്ത്രീകള്, വിസ്മിതാഹ അത്ഭുതപ്പെട്ട്, സസ്മിതാഹ പുഞ്ചിരിയോടെ, രമണൈഹി സഹ ഭർത്താക്കന്മാരോടൊപ്പം, ആകാശേ തസ്തുഹു ആകാശത്തില് നിലകൊണ്ടു. മാലകളും നൂപുരങ്ങളും ബാഹുവളകളും മറ്റാഭരണങ്ങളും ഒക്കെ ധരിച്ചിരുന്ന ആ വിദ്യാധര സ്ത്രീകള് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അത്ഭുതത്തോടെയും പുഞ്ചിരിയോടെയും ആകാശത്ത് നിന്നു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഹനുമാന്റെ ആ അസാധാരണ ശക്തി കണ്ട് വിസ്മയിച്ചു. ഹാരനൂപുരകേയൂര പാരിഹാര്യധരാശ്രിയഃ, വിസ്മിതാ സസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈ സഹ, വിസ്മിതാ സസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈ സഹ. ഹാരനൂപുരകേയൂര പാരിഹാര്യധരാശ്രിയഃ, വിസ്മിതാ സസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈ സഹ. ദർശയന്തോ മഹാവിദ്യാം കോമ വിദ്യാധര മഹർഷയഃ, സഹിതാസ്തസ്തുരാകാശേ കോമ വീക്ഷാം ചക്രുശ്ച പർവതം. ദർശയന്തോ മഹാവിദ്യാം വിദ്യാധര മഹർഷയഃ, സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം. ദർശയന്തഃ പ്രകടിപ്പിച്ചുകൊണ്ട്, മഹാവിദ്യ മഹത്തായ വിദ്യകള് സിദ്ധികള് ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട്, വിദ്യാധര മഹർഷയഃ വിദ്യാധര മഹർഷിമാര്, സഹിതാഹ കൂട്ടമായിട്ട്, തസ്തുഹു നിന്നു. എവിടെ? ആകാശേ ആകാശത്തില്, വീക്ഷാം ചക്രുഹു നോക്കി, പർവതം പർവതത്തെ. മഹത്തായ സിദ്ധികളുള്ള വിദ്യാധര മഹർഷിമാര് കൂട്ടമായിട്ട് ആകാശത്ത് നിലകൊണ്ട് ആ പർവ്വതത്തെയും ഹനുമാന്റെ പ്രവൃത്തിയെയും നിരീക്ഷിച്ചു.
ദേവന്മാരും സിദ്ധന്മാരും മഹർഷിമാരും എല്ലാ ആൾക്കാരും ഈ അത്ഭുത സംഭവം കാണാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. ഹനുമാൻ ലങ്കയിലേക്കുള്ള മഹാചാട്ടത്തിന് തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ അപാരമായ ബലവും തേജസ്സും കൊണ്ട് വിദ്യാധരന്മാരും അവരുടെ ഭാര്യമാരും മഹർഷിമാരും വിസ്മയഭരിതരായി. അവര് തങ്ങളുടെ ഭക്ഷണപാനീയങ്ങളും ഭോഗസാമഗ്രികളും ആയുധങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന് ഹനുമാന്റെ ആ ദിവ്യ പ്രവൃത്തിയെ വീക്ഷിച്ചു. ഈ സംഭവം ഹനുമാന്റെ മഹത്വം ദേവലോകത്തെയും സിദ്ധലോകത്തെയും എത്രമാത്രം ആകർഷിച്ചുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭഗവത് കാര്യത്തിനായിട്ട് സമർപ്പിതനായ മഹാഭക്തന്റെ മഹത്വം കണ്ടാൽ ലോകീയ സുഖങ്ങളും ഭോഗങ്ങളും എല്ലാത്തിൻ്റെയും പ്രാധാന്യം നഷ്ടപ്പെടുന്നു. ഹനുമാന്റെ രാമകാര്യനിഷ്ഠയും ആത്മശക്തിയും ദേവന്മാരെയും ഋഷിമാരെയും വരെ ആകർഷിക്കുന്നതത്ര മഹത്തായതാണെന്നാണ് ഈ ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയഃ ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയഃ സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയഃ സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം. ഇതിലേക്ക് കൂടെ നമുക്ക് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. പാനഭൂമിഗതം ഹിത്വാ ഹൈമവാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശഹിരണ്മയാൻ ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആഷഭാണി ച ചർമാണി ഖഡ്ഗാംശ കനകസ്തരൂൻ കൃതകണ്ഠഗുണാഃ ക്ഷീബാഃ രക്തമാല്യാനുലേപനാഃ രക്താക്ഷാഃ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ ഹാരനൂപുരകേയൂരപാരിഹാര്യധരാ സ്ത്രിയഃ വിസ്മിതാസ്തസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈഃ സഹ ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയഃ സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.